അന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണമെന്ന്. അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണല്ലോ. എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേരാമ്പ്ര ADB. അന്വേഷിച്ചോ, മാനേജർ എൻ്റെ സുഹൃത്തോ. നിങ്ങൾ പറയുന്നതിന് എന്ത് അടിസ്ഥാനം കാശ് വാങ്ങിച്ചെന്ന്? ഞാൻ നോർമലി ഇതിനൊന്നും പ്രതികരിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് പ്രതികരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ, ഈ ന്യൂസ് 18 ഒക്കെ എൻ്റെ കൈയും കൺപിടിക്കുന്ന ചാനലാണ്. ഒരു ചർച്ചയിലിരിക്കാൻ വേണ്ടിയിട്ട് റിലയൻസിന്റെ ചാനലിലാണ്, അംബാനിയുടെ ചാനലാണ്, സ്റ്റിൽ ദാരിദ്ര്യം പിടിച്ച ചാനലാണ്, ഇത്രയും ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. എന്നെ പലവട്ടം വിളിച്ചിട്ട്, എന്നെ പുഷ്പയുടെ സമയത്താണ് തോന്നുന്നത്, ന്യൂസ് 18 തോന്നുന്നത്, ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്ലാറ്റിന്റെ പുറത്ത് വന്നിട്ട് ഇറന്ന് വന്ന് എൻ്റെ വീഡിയോ എടുത്തു പോയ ആൾക്കാരാണ് ന്യൂസ് 18. അല്ല, അത് കുഴപ്പമില്ല, അത് അവരുടെ ജോലി, അവർ ചെയ്യുന്നു, ഞാനതിന് വഴങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അട്ടഹാസം, എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിയുടെ മോനാണ് മേധർ സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ്, മത്തായി എന്ന് പറഞ്ഞിട്ട്, അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ ഒരു മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം രൂപയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. എന്നിട്ട് പറയുവാണ്, ഈ മാനിലിരുന്ന് പറയുവാണ് 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ഐ ഹാവ് ഓൾറെഡി ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്, എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ ബ്രോ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യാണ്, കേസ് ഫയൽ ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ മൈൽഡല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരടാ? പണ്ടിക്കരുമ്പാറ എന്റെ ഏത് ആൾക്കാര്? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏത് ആൾക്കാര്? പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതിടെ ഈ പൈസ വാങ്ങിച്ച്, സൈൽ അനന്തോട് പൈസ വാങ്ങിച്ച്, സൈലത്തിൽ അനന്തോട് എനിക്കറിയാം, അനന്തോട് എന്നെ അറിയാം. ഞാൻ എനിക്ക് അത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്ത് കാണിക്കാനാ? ദരിദ്രവാസികളെ നിങ്ങൾക്ക് തോന്നുന്നതാ? ഇവിടെ FBയില് ഡോളർ സെന്റിന് പോസ്റ്റ് എടുത്ത ആൾക്കാരെ തോന്നുന്നു, അവര് ബൈക്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ 100 രൂപ പെട്രോൾ അടിക്കണമെങ്കിൽ 3-4 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറെ സെന്റ് പോയിട്ട് $1 എന്ന് പറഞ്ഞാൽ 95 റുപ്പീസാണ് INR. മനസ്സിലായോ? ഇന്ത്യൻ റുപ്പീസ് INR, USD to INR, US ഡോളർ. എടാ, നിനക്ക് പെട്രോൾ അടിക്കുന്ന ദരിദ്രവാസി പട്ടികളെ, നിനക്ക് ഡോളർ അടിക്കാൻ എനിക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അത് ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, നിങ്ങൾ അത് ചെയ്യണം. പക്ഷെ ഈ അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ ആം ചാലഞ്ചിങ് യു, ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് താടി വെച്ച അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് 18 പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ് കാണിച്ചു പറയടാ.
ഇപ്പോൾ അശ്വൻ കൊക്ക് പറഞ്ഞതെല്ലാം കേട്ടില്ലേ? അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതെല്ലാം കേട്ടു. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ കേട്ടതാണ്. പക്ഷേ എൻ്റെ ഒരു ഭാഗം ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അശ്വൻ കൊക്ക് പൈസ വാങ്ങിച്ചോ പൈസ വാങ്ങിച്ചില്ലേ അതൊന്നും ഇവിടെ വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അശ്വൻ കൊക്കിനെ ഇങ്ങനെ സംശയിക്കാനായിട്ട്, പൊതുജനം സംശയിക്കാനും സിനിമാക്കാർ സംശയിക്കാനായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ആ സംഭവങ്ങളിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിരടിപ്പട എന്ന് പറഞ്ഞുള്ളൊരു സിനിമേനെ കുറിച്ച് മൂപ്പര് വളരെ നല്ല റിവ്യൂ പറഞ്ഞു. ഇപ്പോൾ ഇതിൽ തന്നെ മൂപ്പര് പറയുന്നുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസറും മറ്റുള്ള എല്ലാ ആൾക്കാരും മൂപ്പരെ പരിചയക്കാരാന്ന് പറയുന്നുണ്ട്. അതിനെ നല്ല റിവ്യൂ പറഞ്ഞു. അതുപോലെ തന്നെ പല പടത്തിനും നല്ല റിവ്യൂ പറഞ്ഞു, മോശം പടത്തിന് വളരെ നല്ല റിവ്യൂ പറഞ്ഞു. ഇപ്പോൾ റിലീസായിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമ ദൃശ്യം 3ക്ക് മൂപ്പര് നല്ല റിവ്യൂ പറഞ്ഞു. മൂക്ക് കീപ്പിട്ടുള്ള ആൾക്കാർ ഒരാൾ പോലും അതിന് നല്ല റിവ്യൂ പറയില്ല. അതിന് നല്ല റിവ്യൂ പറയുന്നവരുണ്ടെങ്കിൽ ആർക്കായാലും അവരെ സംശയിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു നല്ല സിനിമയല്ല. ദൃശ്യം 1 ദൃശ്യം 2 കണ്ട പ്രേക്ഷകർ ഒരാൾ പോലും ചിലവർ പറയുന്നതായിരിക്കാം, നന്നായിരിക്കാം, അവർക്ക് അങ്ങനെ ഒരു സിനിമ നോളേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കാം. പക്ഷേ സിനിമ നോളേജ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ദൃശ്യം 3നെ അങ്ങനെ നല്ലൊരു റിവ്യൂ കൊടുക്കില്ല. അപ്പോൾ അശ്വൻ കൊക്ക് അങ്ങനെ പല സിനിമകളും മോശം സിനിമകളെ മൂപ്പര് നല്ല സിനിമകളാക്കുന്നുണ്ട്, നല്ല സിനിമകളെ ചില റിവ്യൂ കൊണ്ട് മോശമാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും സംശയിക്കാം. ആൾക്കാർ പൊതുജനം സംശയിച്ചാലോ അല്ലെങ്കിൽ ആ റിവ്യൂ സംശയിച്ചാലോ ഒന്നും ഒരു തെറ്റ് നമ്മൾ പറയുന്നില്ല. പക്ഷേ അശ്വൻ കൊക്ക് കാശ് വാങ്ങി മാധവ് സുരേഷിൻ്റെ പടത്തിന് പൈസ വാങ്ങിച്ചില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ പോലെയാണ് കിടന്നിട്ട് അട്ടഹസിക്കുന്നത്? അംഗം അട്ടഹാസം എന്നാണ് ആ പടത്തിൻ്റെ പേര്. ഇദ്ദേഹം എന്തിനാണ് അട്ടഹസിക്കുന്നത്? നമ്മൾ ചെയ്യാത്തൊരു കാര്യം ലോകം മുഴുവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒറ്റ നിൽക്കണം, സത്യം തെളിയും. അതുകൊണ്ട് ഈ അട്ടഹസിക്കേണ്ട യാതൊരു ആവശ്യം ഇവിടെ ഇല്ല. അശ്വൻ കൊക്കിനെ പോലുള്ള ആൾക്കാർ അത് ചെയ്യാനേ പാടില്ല. അദ്ദേഹം എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റിവ്യൂവറാണ്. അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഒരുപാട് അംഗീകരിക്കുന്നു, അങ്ങനെ റിവ്യൂ നമ്മൾക്ക് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില അങ്കക്കെട്ടുകളുണ്ട്, വള്ളിക്കെട്ടുകളുണ്ട്. ചിലപ്പോൾ ആളുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ ആളുടെ വളരെ പരിചയക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ സിനിമ വരുമ്പോൾ മൂപ്പര് അതിന് റിവ്യൂ പറയാണ്ടിരിക്കുക. അത് വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ പറയണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് ഇതിൽ നിന്ന്. അങ്ങനെ മാറി നിന്ന ചരിത്രം മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ പ്രേക്ഷകരെ ഒരു ചാനൽ വളർത്തി കൊണ്ടുവന്ന് അതിൽ ഇത്രയും സബ്സ്ക്രൈബർ വന്നു, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കാണുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ആ ചാനലിനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം കളയാതെ നോക്കേണ്ടത് ആ ചാനലിൽ റിവ്യൂ ചെയ്യുന്ന അശ്വൻ കൊക്കാണ്. അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരാളും ഒരു റിവ്യൂവർക്ക്, ഒരു യൂട്യൂബർക്ക് കാശ് കൊണ്ട് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളും നമ്മളൊക്കെ തലയിൽ ആൾ താമസമുള്ളതാണ്. ഒരാളും ഈ ഓൺലൈൻ ട്രാൻസ്ലേഷൻ നടത്തില്ല. അതുപോലെ ഒരു തെളിവുണ്ടാവില്ല. ഇതൊക്കെ PR വർക്കല്ലേ. നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടീനെ നേരിട്ട്, ആ സിനിമയുടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒന്നും നേരിട്ട് അറിയണമെന്നൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ ഏജൻറ്റുമാർ നമ്മുടെ അടുത്ത് എത്തും. ആ ഏജൻറ്റുമാരായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊടാതെ റിവ്യൂ പറയുക, അല്ലെങ്കിൽ നല്ല റിവ്യൂ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിലെത്തിയിട്ട് ആ പൈസ റെഡി ക്യാഷ് കയ്യിൽ കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖേന കൊടുക്കാമല്ലോ. അതിനൊക്കെ എവിടെ തെളിവ്? ഈ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നതിൻ്റെ കാരണം തെളിവില്ല. ഇങ്ങനെ വാങ്ങിക്കുന്ന കാശിന് തെളിവില്ല. അതാണ് സത്യം. ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കും, മൂപ്പര ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും പോലെ. ആരെങ്കിലും ഏത് മണ്ടനായ ബാങ്ക് അക്കൗണ്ടിലേക്ക് അശ്വൻ കൊക്കിന് കാശിട്ട് കൊടുക്കുക പടം നല്ല റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്? അതൊന്നുമില്ല. അതൊക്കെ ഇതിൻ്റെ PR വർക്ക് നടത്തുന്ന എന്തോരം ആൾക്കാരുണ്ടെന്നറിയാം. അവരൊക്കെ ഈ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ അവർ ശ്രദ്ധിച്ച് അതിൽ വ്യൂസ് എത്ര കാണണമെന്ന് ശ്രദ്ധിച്ച് അവർക്ക് എത്ര വായിക്കരി ഇടണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ച് ഇത്ര കാശ് പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്താൽ, മോഹൻലാലിൻ്റെ ഒരു സിനിമ ചെയ്താൽ ഇത്ര കാശ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഹിതമൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ഒരു സിനിമയെ മോശം സിനിമയാക്കാനോ ഒരു സിനിമയെ റിവ്യൂ കൊണ്ട് നല്ല സിനിമയാക്കാനോ ആർക്കും ഇവിടെ സാധിക്കില്ല. ഇത് ജനമാണ്. ജനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പടം തന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് ഏത് റിവ്യൂ നോക്കിയിട്ടും കാര്യമില്ല. എത്ര റിവ്യൂ മോശമാക്കി പറഞ്ഞാലും നല്ല സിനിമയെ, സൂര്യനെ നമുക്ക് കൈകൊണ്ട് മറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നല്ല സിനിമ കാണുന്ന അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരു പബ്ലിസിറ്റി കൊടുക്കണ്ട, ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ കൊടുക്കണ്ട, നിങ്ങൾ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യണ്ട.
ആ പടം അങ്ങോട്ട് കയറിപ്പോക്കോളും. അതിനുള്ള എത്ര ഉദാഹരണമുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിറങ്ങിയുള്ള മോഹിനിയാട്ടം, അവർക്ക് വലിയ തിക്കും തിരക്കും ബഹളം കൂട്ടിയിട്ടാണ് ആ പടം ഇറക്കിയത്. അവർ വളരെ ഒരു സിനിമ ഇറക്കുന്ന പോലെ, മാറ്റിന് പോലും കളിക്കാൻ പറ്റാത്ത സിനിമകൾ ഇറക്കുന്ന പോലെ അവരുടെ ഇറക്കി. ആ പടം ജനം ഏറ്റെടുത്തിട്ട് ഒരു റിവ്യൂവറും അല്ല, ഒരു യൂട്യൂബറും അല്ല, ഒരു ഫേസ്ബുക്കും അല്ല, അവർ ജനം ഏറ്റെടുത്തു. ജനം എടുത്തപ്പോൾ പടം വിജയിച്ചു. അതാണ് നല്ല പടം കാണാനായിട്ട്. ഞാനൊക്കെ മോഹിനിയാട്ടം 2 പ്രാവശ്യം കണ്ട ആളാണ്. ഇനിയും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലത്തെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, കണ്ടൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പൈസയില്ലായ്മയും ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്കൊരു 150 രൂപ കൊടുത്ത് ഒരു സിനിമ ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക. 2 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഒരു ചേഞ്ച്, അതിപ്പോൾ ഫൈറ്റ് ആയോട്ടെ, പാട്ടായോട്ടെ, ഇടിയായോട്ടെ, തമാശ ആയോട്ടെ, സീരിയസ് ആയോട്ടെ, അതിന് നമ്മൾ എൻജോയ് ചെയ്യണം. ആ എൻജോയ് ചെയ്യുന്നതായിരിക്കണം സിനിമ. ആ സിനിമയായിരിക്കണം പ്രൊഡ്യൂസർമാർ കയ്യിലെ കാശ് മുടക്കി ഞങ്ങളെ വിശ്വസിച്ച് സിനിമ ചെയ്യേണ്ടത്. ആ സിനിമ വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. ഇതുപോലെയുള്ള സിനിമകൾ വന്നാൽ നമ്മൾ പുറംകാലക്കിട്ട് അടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇപ്പോൾ റിലീസായി ദൃശ്യം 3, ഞാൻ നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അശ്വങ്കോക്ക് നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ യൂട്യൂബിലുള്ള എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സിനിമ മോശം. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ മറ്റുള്ളവരെ പൈസയൊന്നും ആഗ്രഹിക്കാണ്ട് സത്യസന്ധമായിട്ട് നമ്മളെ കണ്ട അഭിപ്രായം നമ്മളത് ജനത്തിനോട് പറയാം. പിന്നെ സിനിമ കാണുന്നതൊക്കെ അവരെ ഇഷ്ടമാണ്. നല്ലതായാലും മോശമായാലും എക്സ്പീരിയൻസിലേക്ക് പോയി സിനിമ കാണാം. നമ്മളതിൻ്റെ സാങ്കേതിക വശങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അശ്വങ്കോക്കിൻ്റെ അടുത്തേക്ക് വന്നാൽ അശ്വങ്കോക്ക് ഇങ്ങനെ റൈസ് ആവേണ്ട കാര്യം, വൃത്തികെട്ട ഭാഷ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ലീഗലി മൂവ് ചെയ്യാലോ. അതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കോമാളി വേഷം കെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഓരോ റിവ്യൂറും ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുക. അത് ജനം സത്യസന്ധമാണെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് വളർച്ചയുണ്ടാവും. അല്ല ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പബ്ലിക്കിനെ ഓരോന്ന് വിളിച്ച് പറയുക, അതുപോലെ തന്നെ ഇതിനെ കാശ് മേടിച്ചു എന്ന് പറയണവരെ തെറി പറയുക, ചീത്ത പറയുക, ഓരോന്ന് വിളിച്ച് പറയുന്നത് അതൊക്കെ വളരെ മോശമുള്ള കാര്യം. ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹം ഒരു അധ്യാപകനല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ. ഇത്രയും പക്വതയില്ലാണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം, വളരെ മോശം. നമുക്ക് ഇത്രേ പറയാനുള്ളൂ.